വൈറലായ കുട്ടികളുടെ ചില വിശേഷങ്ങളാണ് ഇനി പറയാനുള്ളത്. സ്കൂളിലെ ആ ചെത്തുപിള്ളേർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ അത് വൻ വൈബായി മാറി. അബുദാബിയിൽ മീഡിയ വൺ ഒരുക്കിയ അവാർഡ് വേദിയിലാണ് പെൺകുട്ടികളുടെ പഴയ സംഘം വീണ്ടും ഒത്തുചേർന്നത്. മീഡിയ വൺ മബ്രൂഖ് വേദിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മീഡിയ വൺ മബ്രൂഖ് വേദിയിലെത്തിയ ഒരു കൂട്ടം പെൺകുട്ടികളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ആരാദ്യം പറഞ്ഞു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഇവരെല്ലാം കൂടെ ഇറ്റ് വാസ് മെമ്മറബിൾ ആയിരുന്നു. കാരണം മെഡല് അങ്ങനെ യൂഷ്വലി കിട്ടാറില്ല. അപ്പം ഇറ്റ് വാസ് വെരി ഗുഡ്. ഇങ്ങനത്തെ പരിപാടീസ് ഭയങ്കര അങ്ങനെ ഉണ്ടാവാറില്ല. മോസ്റ്റ്ലി ഞങ്ങൾ നാട്ടിലാണ് കാണാം ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത്. അപ്പം വിചാരിക്കുന്നുണ്ട് നാട്ടിലാണെങ്കിൽ കുറേ കിട്ടുമായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ഇയർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. സോ താങ്ക് യു. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഇത് വാങ്ങുന്നു, സ്റ്റേജിൽ കയറി വാങ്ങുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, നെർവ്-റാക്കിംഗ് ആയിരുന്നു. എന്താ പറയുക, അവിടെ കയറിയപ്പോൾ ഒരു വലിയൊരു ആളുടെ അടുത്ത് ഇത് വാങ്ങുമ്പോൾ ഭയങ്കര സംഭവം പോലെയായിരുന്നു. ഇത് പഠിച്ച് നേടിയതാണല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഹാർഡ് വർക്കും ജേണിയൊക്കെ? അത് നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് കുറേ ഉറക്കം ഒഴിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫൈനലി ഈ ഒരു പരിപാടി വി ഫീൽ ദാറ്റ് അവർ എഫേർട്സ് ഹാവ് ബീൻ ഓൾസോ വർത്ത് ഇറ്റ്. ഉറങ്ങിയിട്ടൊന്നുമില്ലേ? ഇല്ല, ഞങ്ങൾ രാവിലെ പോയി ചോദിക്കും ആരെത്ര ഹവേഴ്സ് ഉറങ്ങിയത്. 4 hours എല്ലാം പറഞ്ഞാൽ പിന്നെ അത് റെക്കോർഡാണ്. യു സ്ലെപ്റ്റ് ദാറ്റ് മച്ച്, അത് റെക്കോർഡാണ്. അങ്ങനെ ഉറങ്ങാതെ പഠിച്ചിട്ടാണ് ഇതൊക്കെ നേടിയത്. SS എക്സാമിനെല്ലാം തലേന്നെങ്കിൽ പിന്നെ തീരെ ഉറക്കില്ല, രാവിലെ വരെ കണ്ടിരിക്കും. ലാസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് മാപ്പ് പഠിച്ചിട്ടില്ലാന്ന് ഓർമ്മ വരുന്നത്. ക്ലാസ്സിലെത്തിയാൽ പിന്നെ സാറാ ഇതുണ്ടാ കുറേ ആയിട്ട്. നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അപ്പൊ നിങ്ങളുടെ ഇത് അവാർഡ് വാങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പാരന്റ്സിനെ നോക്കിയിരുന്നോ? അപ്പൊ എന്താണ് പാരന്റ്സിന്റെ മുഖത്തുള്ള റിയാക്ഷൻ? നല്ലപോലെ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് നടത്തിയ മീഡിയ വണ്ണിനോട് എന്താ പറയാനുള്ളത്? നമ്മളെല്ലാരും ഒത്തുകൂടിയത് ഈ ഒരു വേറെ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് വരുമ്പോൾ 10th ഒന്നിച്ച് പഠിച്ചിട്ട് പിന്നെ വേറെ സ്കൂളിൽ പോയി ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ ഒന്നിച്ച് അവാർഡ് വാങ്ങാൻ പോകുന്നത് ദാറ്റ്സ് ഡിഫറെന്റ്. നിങ്ങൾ എല്ലാവരും ഒരു ടീമാണല്ലോ അല്ലേ? അപ്പൊ ഒരുമിച്ച് ക്ലാസ്സിലേക്ക് ഇരുന്നിട്ട് പാട്ടൊക്കെ പാടും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? ഏതെങ്കിലും ഒരു പാട്ട് കോമൺ ആയിട്ട് എല്ലാവരും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ക്ലാസ്സിലേക്ക് ഇരുന്ന് പാടുന്ന ഒരു പാട്ട്. മുന്തിരി